മലയാള സിനിമ അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ പോലും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനുള്ള ഒരു ഉദാഹരണങ്ങളാണ് മറ്റ് ഭാഷകളിൽ നിന്നും, ഇന്ത്യയിലെ മറ്റു ഭാഷകളിലുള്ള പ്രമുഖ നടന്മാരും നടിമാരും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റി, ഹേമ കമ്മിറ്റി പോലുള്ള ഒരു കമ്മിറ്റി അവരുടെ ഭാഷയിലും ഉണ്ടാകണം എന്നുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ മുന്നോട്ട് വന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇതുവരെയും നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ നടന്മാരിൽ നിന്നൊക്കെ നമുക്ക് ഇപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്, നമ്മളൊരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇത് എങ്ങോട്ടാണ് ഇതിൻ്റെ ഒരു പോക്ക്, എന്തായിരിക്കും ഇതിൻ്റെ അവസാനം എന്നുള്ളതൊക്കെയാണ്. നമുക്കറിയാം, ഏതൊരു പ്രശ്നമുണ്ടായാലും, ഏതൊരു വിഷയം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാലും ആ വിഷയത്തിന് ഒരു പീക്ക് സ്റ്റേജ് ഉണ്ട്, ഒരു ഏറ്റവും ഉന്നതിയിലെത്തുന്ന ഒരു സമയമുണ്ട്. അതായത് അത് പതിയെ സാവധാനത്തിൽ ആരംഭിച്ച് ആ വിഷയം ഏറ്റവും വലിയ ചർച്ചയിലെത്തി നിൽക്കുന്നൊരു സമയമുണ്ട്. അതിനുശേഷം അത് വീണ്ടും അതിൻ്റെ താഴേക്ക് പോകുന്ന ഒരു ഗ്രാഫ് താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകാറുള്ളത്. അത് നമുക്കറിയാം, ഇതിന് മുമ്പ് നടന്ന പല കാര്യങ്ങളെടുത്ത് നോക്കുമ്പോഴും നമ്മൾ ഏറ്റവും വലിയ, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇത്തരത്തിലുള്ള വിഷയം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുള്ള പല കാര്യങ്ങളുടെയും അവസ്ഥ സെയിം തന്നെയായിരുന്നു. പണ്ട് ഒരു പ്രമുഖ നടിയെ ആക്രമിച്ച കേസിൽ നമ്മുടെ ഒരു നടൻ അവിടെ, അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതനായി പിന്നീട് ശിക്ഷിക്കപ്പെട്ട കേസിലും ഒക്കെ നമുക്കറിയാം അതൊരു വലിയ പീക്ക് സ്റ്റേജിലേക്ക് പോയി. നമ്മളെല്ലാവരും, കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അതിൻ്റെ ഒരു പിന്നിലേക്കായിരുന്നു. പിന്നീട് അതിൻ്റെ ഗ്രാഫ് കുത്തനെ ഇടിച്ച് താഴേക്ക് പോവുകയാണ് ചെയ്തത്. ഇനി അങ്ങനെയുള്ള ഏത് കേസുകൾ നമ്മൾ എടുത്താലും, ഈ റീസെൻ്റ്ലി നടന്നിട്ടുള്ള പല കേസുകൾ എടുത്താലും അങ്ങനെയൊക്കെ തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കാണോ ഇതും പോകുന്നത്? ഇപ്പോഴും അതിൻ്റെ ഒരു പീക്ക് അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് സാവധാനത്തിൽ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പതിയെ തുടങ്ങി അത് അതിൻ്റെ ഏറ്റവും വലിയ പീക്ക് സ്റ്റേജിലേക്ക് അത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതിന് വീണ്ടും നമ്മൾ കണ്ടിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു കുത്തനെയുള്ള ഇടിവാണോ ഉണ്ടാകുന്നത്? ഇവിടെ ആർക്കൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്, ഇതിൽ ഈ ഒരു വിഷയത്തിൽ നല്ല രീതിക്ക് തീരുമാനങ്ങൾ എടുക്കാത്ത, പാളിച്ചകൾ സ്വയം വരുത്തി വെച്ചതോ അല്ലെങ്കിൽ മനഃപൂർവ്വം വരുത്തി വെച്ചിട്ടുള്ളതായിട്ടുള്ള ചില പാളിച്ചകൾ വരുത്തിയ കുറച്ച് മേഖലകളുണ്ട്. ആ മേഖലകൾ അത് പ്രധാനമായിട്ടും നമുക്ക് പറയാൻ കഴിയും. അത് ഒന്ന് AMMA എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരുപാട് പിഴവുകൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. 2 സർക്കാരിന് ഒരുപാട് പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ അവസ്ഥ എന്തായിട്ട് മാറും എന്നുള്ളതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ അവസാനം ഏത് ഘട്ടത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതും, അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു വലിയ സംഭവം, നമുക്ക് അങ്ങനെ തന്നെ പറയാം, ഇങ്ങനെ നടന്ന വലിയൊരു സംഭവത്തിന് നേരെ ഇപ്പോഴും കണ്ണടച്ച് നിൽക്കുന്ന ചിലരുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ആയിരിക്കും ഞാനിവിടെ പറയുക. നിങ്ങളുടേതായ അഭിപ്രായങ്ങളും നിങ്ങളുടേതായ വീക്ഷണങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന കുറേ അഭിപ്രായങ്ങൾ കൂടി ഉയർന്നു വരും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് പോകാം. ഇറ്റ്സ് മീ അരുൺ, വെൽക്കം ടു അരുൺ ടോക്സ്. നമുക്ക് ആദ്യമായിട്ട് ചർച്ച ചെയ്യേണ്ടത് ഈ ഒരു വിഷയം ഒരുപക്ഷെ ഇത്രത്തോളം വഷളാകാതെ ഇതിൻ്റെ ആദ്യമേ തന്നെ പരിഹരിച്ചിരുന്നുവെങ്കിൽ, ആദ്യമേ തന്നെ ഇടപെടേണ്ടവർ ഇടപെട്ടിരുന്നുവെങ്കിൽ വളരെ സൗമ്യമായിട്ട് അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് പരിഹരിച്ചു പോകാവുന്ന ഒരു വിഷയമായിരുന്നു ആദ്യത്തെ ഒരു സന്ദർഭത്തിൽ ഇതെന്ന് പറയുന്നത്. എന്നാൽ അത് ഇത്രത്തോളം വഷളാക്കി കൊണ്ടുവരുന്നതിൽ ചിലർക്ക് കുറച്ച് പങ്കുകളുണ്ട്. അവർ മനഃപൂർവ്വം കണ്ണടയ്ക്കുകയോ അല്ലെങ്കിൽ അവരതിൽ ഇടപെടേണ്ട എന്ന് കരുതിയത് കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ട എന്ന് വച്ച് നിന്നതുകൊണ്ടൊക്കെ ഫലമായിട്ടാണ് ഇത്രത്തോളം ഈ ലോകം മുഴുവൻ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എത്താനുള്ള കാരണം എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ചിലരുണ്ട്. അത് ഒന്ന് AMMA സംഘടന തന്നെയാണ്, അതായത് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന അമ്മ എന്ന് പറയുന്ന സംഘടനയാണ്. രണ്ടാമത് നമ്മുടെ സർക്കാർ തന്നെയാണ്. സർക്കാരിനും അമ്മയ്ക്കും ഒരു വലിയ പങ്ക് ഈ വിഷയത്തിനെ വലിയൊരു രീതിയിലേക്ക് എത്തിച്ചതിലുണ്ടെന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ആരാധിക്കുന്നവരടങ്ങുന്ന ഒരു അമ്മ സംഘടനയുണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുള്ള ഒരു സർക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും, നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പോലും. അതിൽ നമുക്ക് ആദ്യം അമ്മ എന്ന് പറയുന്ന സംഘടനയിലേക്ക് വരാം. അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഒരുപക്ഷെ ഈ ഒരു സംഭവം നമുക്ക് ആദ്യമേ പരിഹരിക്കാം, സർക്കാരിലേക്ക് പോലും എത്തുന്നതിന് മുമ്പ് ഒരുപക്ഷെ പരിഹരിക്കാൻ കഴിയുന്നൊരു സംഭവമായിരിക്കും. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്കൊന്ന് ആലോചിച്ചാൽ മതി. കാരണം നമ്മുടെ കുടുംബത്തിനെ എടുക്കുക, നമ്മുടെ കുടുംബത്തിലൊരു ചില പ്രശ്നങ്ങൾ, കാര്യം ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അത് എത്ര അടുത്ത ആൾക്കാരായെങ്കിൽ തന്നെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടായി, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്നത് വീട്ടുകാരുമായിട്ടായിരിക്കും. അതായത് എനിക്കിവിടെ ഇങ്ങനൊരു അരക്ഷിതാവസ്ഥയുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു വിവേചനം ഇവിടെ നിന്ന് നേരിടുന്നുണ്ട് എന്ന് നമ്മൾ ആ വീട്ടിലായിരിക്കും ആദ്യം അറിയിക്കുക. ആ വീട്ടിൽ അത് അറിയിക്കുമ്പോൾ ആ വീട്ടിലുള്ള നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളുണ്ടാവും.
ഒരു നേതൃത്വം നമ്മൾ ഉദ്ദേശിക്കുന്നത് അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന ആളുണ്ടാവും. അവർ നമ്മളെയും കൂടി ഇരുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവർ ഒരു തീരുമാനമോ നമുക്ക് അനുകൂലമായിട്ട് തീരുമാനമോ എടുത്തുകൊണ്ട് ഈ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കുകയാണ് എങ്കിൽ പിന്നീട് അങ്ങനത്തെ ഒരു വിഷയം നമ്മളവിടെ ഉയർത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്കത് പരിഹരിച്ച് കിട്ടി. നമ്മൾ അവിടെ പ്രശ്നം പരിഹരിച്ചു, പുറത്താരും ഈ സംഭവങ്ങളൊന്നും അറിയുന്നില്ല, നമ്മളെ വീട്ടിൽ തന്നെ നമുക്കത് പരിഹരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു സൈഡിലേക്ക് നമ്മൾ വരികയാണ്. ഇത് നമ്മൾ വീട്ടിൽ നമ്മൾ ഒരു പ്രാവശ്യം നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ടായി, നമ്മളത് വീട്ടിൽ അവതരിപ്പിക്കുകയാണ്. ആ സിറ്റുവേഷനിൽ നമ്മൾ ആഗ്രഹിച്ച പോലുള്ളൊരു സമീപനം നമ്മുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലത്തു നിന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും വീണ്ടും നമ്മളിപ്പോൾ ഉണ്ടായ പ്രശ്നം വീണ്ടും ഉണ്ടാവും. നമ്മൾ ഉറപ്പായിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രതികരിക്കും. എനിക്ക് വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. അത് ഒന്നിൽ കൂടുതൽ തവണ ആകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇവിടെ നിന്നും നമുക്കിനി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു നടപടികൾ ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് ഇവിടെ സുരക്ഷിതമല്ല, എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ലെന്ന് കരുതി ഇതായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരു വീട് നമ്മൾ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് മാറുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതായത് ഇതിൽ നിന്നും പാർട്ടീഷനായി നമ്മൾ മറ്റു സ്ഥലത്തേക്ക് പോവുകയാണ്. അത് പിണങ്ങി പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പിൾസുമായിട്ട് അവിടെയുള്ള വീട്ടുകാരുടെ പ്രിൻസിപ്പിൾസുമായിട്ട് ചേർന്ന് പോകുന്നില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങനെ എന്ത് വേണോ ആവാം. അത് തന്നെയാണ് ഇവിടെയും അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലും ആദ്യം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സുരക്ഷിതം എന്നാണ്, നമ്മുടെ ഒരു അരക്ഷിതാവസ്ഥയാണ്. സ്ത്രീകൾക്കുണ്ടായിട്ടുള്ള അരക്ഷിതാവസ്ഥ, അത് ലൈംഗികമായുള്ള ചൂഷണങ്ങളാവാം, മറ്റ് ചൂഷണങ്ങളാവാം. അപ്പോൾ അവർക്ക് അങ്ങനത്തുള്ള സുരക്ഷിതാവസ്ഥ അവർക്ക് അല്ലെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥ അവർക്കവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അവരുടെ സിനിമ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും മറ്റു ഒരു മേഖലയ്ക്കും, സിനിമാ മേഖലയിൽ ഒരു സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു സംഘടന നമ്മളൊരു 30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അമ്മ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്നു. അവിടെ നമുക്കെല്ലാം പരിഹരിച്ച് കിട്ടുന്ന കുടുംബം, നമ്മളിപ്പോഴും പറയുന്നുണ്ട് അമ്മ സംഘടനയിൽപ്പെട്ട ഈ വിഷയങ്ങൾ നടക്കുമ്പോഴും അവിടെയുള്ള അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ വന്നിട്ട് പറഞ്ഞത് ഒരു കുടുംബമാണ്, നമ്മുടെ മക്കളാണ് എല്ലാവരും എന്നൊക്കെ പറഞ്ഞിരുന്നവർ പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു കുടുംബമാണത്. ആ കുടുംബത്തിലായിരിക്കണം ഈ സ്ത്രീകളുടെ സുരക്ഷിതാവസ്ഥയിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയതായിരിക്കണം എന്നില്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതായിരിക്കും. അപ്പോൾ അതിൽ ഒരുപക്ഷെ പ്രതികരിച്ച് തുടങ്ങിയത് ഇപ്പോൾ വരുന്ന ഒരു തലമുറയായിരിക്കാം. അവർ ആദ്യം തീർച്ചയായിട്ടും അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവണം, ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാവണം, നമ്മളിപ്പോൾ പറയുന്നത് പോലെ പറഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ അവിടെ നിന്നും അവർക്ക് അർഹിക്കുന്ന ഒരു പരിഗണന ലഭിച്ചില്ല എന്ന് മാത്രമല്ല, വീണ്ടും അവർക്ക് ആ വിവേചനം തുടർന്നിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ ആ ഒരു വിവേചനം തുടർന്നത് കൊണ്ടായിരിക്കണം പിന്നീട് അവർ WCC എന്ന് പറയുന്ന ഒരു സംഘടന മാറി പോകാനുള്ള, അങ്ങനെ സംഘടന ഉണ്ടാക്കി അമ്മയിൽ നിന്നും പിരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. അപ്പോഴും വലിയ ചർച്ചകളൊക്കെ നടന്നതാണ്. നമ്മൾ ഒരുപാട് പേര് മീഡിയാസിലും അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെമിനിസ്റ്റുകളാണ്, അവർ മാറിപ്പോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഒത്തിരി പേര് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരവിടെ നിന്നും അങ്ങനെ മാറിപ്പോയിട്ട് അത് നമുക്ക് പറയാം, വിരലെണ്ണാവുന്ന കുറച്ച് പേര് മാത്രമാണ് അവിടെ നിന്ന് മാറിപ്പോയത്. അതിനും കുറച്ച് കാരണങ്ങളുണ്ട്. പോയവർക്ക് ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം, അത് നമുക്ക് പിന്നാലെ പറയാം, അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്, ആ കാര്യം ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ അവർ മാറിപ്പോയിട്ട് പിന്നീട് ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ അതിൽ WCC വളരെ നല്ല രീതിയിൽ ഇടപെടുകയും ഈ പറയുന്ന കുറച്ച് പേര് ചേർന്നിട്ടുള്ളൊരു സംഘടന വളരെ നല്ല രീതിയിൽ ഇടപെടുകയും അവർ സർക്കാരിനെ ഒരുപക്ഷെ ആദ്യം അവരപ്പോഴും അമ്മയെ തന്നെയായിരിക്കും, അമ്മ എന്ന് പറയുന്ന സംഘടന തന്നെയായിരിക്കും ആദ്യം വിവരങ്ങൾ അറിയിച്ചത്. അപ്പോൾ പിന്നീട് അവർക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൂടി അത് 2017 ഈ WCC രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ നിന്ന് നവംബറിലാണ്. അപ്പോൾ അവിടെ നിന്ന് അവരെന്ത് ചെയ്യുന്നു, അത് സർക്കാരിനെ അറിയിക്കുകയാണ്. സർക്കാരിനെ വളരെ വലിയൊരു പ്രഷർ സർക്കാരിന് കൊടുക്കുകയും അങ്ങനെ സർക്കാരിന് ഒരു കമ്മിറ്റി, അങ്ങനെയാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് സർക്കാർ. ഈ സർക്കാർ രൂപീകരിച്ചതിലും ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്ക് അവിടെ പറയാം. ഇപ്പോൾ നമ്മൾ അമ്മയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റി അപ്പോൾ നമുക്കവിടെ ചിന്തിക്കേണ്ട കാര്യം, ഈ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുമ്പ് സർക്കാരിനോട് പറയുന്നതിന് മുമ്പ് ഇവർ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ പറഞ്ഞിട്ടുണ്ടാവണം. അവിടെ നിന്നും അവർക്ക് ലഭിക്കാത്തത് കൊണ്ട്, ഒരു മറുപടി ലഭിക്കാത്ത അല്ലെങ്കിൽ ചർച്ചയ്ക്ക് പോലും എടുക്കാത്തത് കൊണ്ടായിരിക്കണം അവർ ഗവൺമെൻറ്റിനെ സമീപിക്കുകയും അവിടെ ഒരു ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്തു, കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കമ്മിറ്റി രൂപീകരിക്കുന്നു, 2017 രൂപീകരിക്കുന്നു. 2019 ഡിസംബർ 31 ഇവർ അവരുടെ ആദ്യത്തെ റിപ്പോർട്ട്, ഒരു സമഗ്രമായ റിപ്പോർട്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് എല്ലാ സിനിമാ മേഖലയിലുള്ള പൂർണ്ണമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് 2019 ഡിസംബർ 31. ഈ റിപ്പോർട്ട് അവിടെ സമർപ്പിച്ചതിന് ശേഷം അപ്പോഴും റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും ഒരു സമഗ്രമായ റിപ്പോർട്ടാണ് എന്നറിയാം, ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടിനെ പറ്റി അറിയാം, സിനിമാ മേഖലയിലുള്ള ഉന്നതർക്കും ഇതിനെപ്പറ്റി അറിയാം, കൃത്യമായിട്ട് പറയുക. അപ്പോഴും ഇവർ എന്ത് ചെയ്യുന്നില്ല, ഒരു മറുപടി അല്ലെങ്കിൽ ഒരു നടപടി എടുക്കുന്നില്ല, ഇതിനെക്കുറിച്ച് ചർച്ചയ്ക്ക് പോലും എടുക്കുന്നില്ല. അങ്ങനെ ഏകദേശം 4.5 വർഷത്തോളം കഴിയുകയാണ്, 2024 എത്തുകയാണ്. അതുവരെയും ഈ റിപ്പോർട്ടിനെ പറ്റിയിട്ട് ഒരു ചർച്ചയും അമ്മയിൽ നടക്കുന്നില്ല.
അവിടെ പലതരത്തിലുള്ള അല്ലെങ്കിൽ അവിടെ അവരുടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകൾ കൂടുന്നു, ജനറൽ ബോഡി കൂടുന്നു, അവിടെയൊന്നും ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 2019 സമർപ്പിച്ചതിന് ശേഷം ഇത്രയും വർഷം 4.5 വർഷമായിട്ട് പോലും അവിടെ അമ്മയിലൊരു ചർച്ച ഉണ്ടാകുന്നില്ല. പിന്നീട് ഇത് WCC വീണ്ടും പ്രഷർ കൊടുക്കുകയാണ്, സർക്കാരിന് വളരെ വലിയൊരു പ്രഷർ കൊടുക്കുകയാണ്, കോടതി ഇടപെടുകയാണ്. തീർച്ചയായിട്ടും ഈ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ മാത്രം മാറ്റിക്കൊണ്ട്, അതായത് ഇരകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാകുന്ന ഭാഗങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഈ റിപ്പോർട്ട് പബ്ലിക് ആക്കണമെന്ന് പറയുകയാണ്. ആ സിറ്റുവേഷനിലാണ് ഇത് പുറത്ത് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോഴും പ്രതികരിക്കുന്നില്ല. എന്നാൽ ഇതിൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ ചിലർ സംസാരിക്കാനിട വരുന്നു. എന്നാൽ ഈ സംസാരിക്കാൻ വരുമ്പോൾ ഇവർക്കെതിരെ പലരുടെ പേരിലും വീണ്ടും പല ആരോപണങ്ങളും ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ആരോപണങ്ങളുടെ ഭാഗമായിട്ട് അപ്പോൾ ആദ്യം സംസാരിക്കാൻ വരുന്നു സെക്രട്ടറി സംസാരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അദ്ദേഹത്തിന് ഒരു ആരോപണം ഉണ്ടാകുന്നു, അദ്ദേഹം രാജിവെക്കേണ്ടി വരുന്നു. പിന്നീട് അങ്ങനെ പലരും ഈ ഒരു മേഖലയിൽ നിന്നും അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് വരാൻ തീരുമാനിച്ചിരുന്ന മറ്റൊരാൾ വരുന്നു, അദ്ദേഹത്തിനെതിരെയും ആരോപണം ഉണ്ടാകുന്നു, രാജിവെക്കേണ്ടി വരുന്നു. അങ്ങനെ പല നമ്മൾ പ്രതീക്ഷിക്കാത്ത പലർക്ക് നേരെയും ആരോപണങ്ങൾ ഉണ്ടാവുകയും അവർ രാജിവെക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ അടുത്ത സംഭവം എന്ന് പറയുന്നത് ഒരു കൂട്ടരാജിയാണ് നടക്കുന്നത്. അതായത് പറയുന്നൊരു ഡയലോഗുണ്ട്, ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട്, ഈ പ്രശ്നത്തിൻ്റെ ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുകയാണ്, രാജിവെക്കുകയാണ് എന്ന് അമ്മയുടെ പ്രസിഡൻ്റായ മോഹൻലാൽ പ്രഖ്യാപിക്കുകയാണ്. അതായിരുന്നു അടുത്ത ഒരു നടപടി എന്ന് പറയുന്നത്. അതായത് ഓരോരുത്തരായി രാജിവെച്ച് തുടങ്ങുമ്പോൾ ഇതിന് ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളിത് രാജിവെക്കുമെന്നാണ് പറഞ്ഞത്. നമുക്കുള്ള ചോദ്യം ഇതാണ്, ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുക എന്ന് പറഞ്ഞാൽ ഇതാണോ ധാർമ്മികത എന്നുള്ളതാണ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ ധാർമ്മികത ഏറ്റെടുക്കുന്നു, ഈ പ്രശ്നങ്ങളിൽ ഞങ്ങൾ രാജിവെച്ച് പോവുകയാണ്, ഇനി നമുക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു ഒളിച്ചോട്ടമാണോ, അതാണോ ധാർമ്മികത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരുപക്ഷെ നമ്മളിത് കേട്ട് ശീലിച്ച ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഞാൻ ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് ഞാൻ രാജിവെക്കുകയാണെന്ന് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടാകും. പക്ഷേ അതുകൊണ്ട് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. സാധാരണ അങ്ങനെയാണല്ലോ സംഭവിക്കാറ്, രാജിവെക്കും, അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെയാണോ സംഭവിക്കേണ്ടത് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ മോഹൻലാൽ അതിൻ്റെ ഒരു പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ഒരാളാണ്. മറ്റൊന്ന്, നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലെത്തുന്ന 2 പേരെന്ന് പറയുന്നത് തീർച്ചയായിട്ടും മോഹൻലാലും മമ്മൂട്ടിയും തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ മമ്മൂട്ടി ഒരു സ്ഥാനം വഹിക്കുന്നില്ല എന്ന് കരുതി അദ്ദേഹം സംസാരിക്കരുത് അല്ലെങ്കിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളൊരു അങ്ങനെ സംഭവമേ ഇല്ല. കാര്യം നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ, നമ്മൾ ലയിച്ചിരുന്നൊരു സിനിമ കാണുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം ഒരു ഹീറോ പരിവേഷമുള്ളവരാണ് ഇവരെന്ന്, അല്ലെങ്കിൽ ഒരു ഹീറോ പരിവേഷം നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്നും കൈക്കലാക്കിയവരാണ് അവർ. കാര്യം അവർ നമ്മുടെ സിനിമകളിലെല്ലാം എപ്പോഴും നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവർ, അവിടെ ഒരു അനീതി കണ്ടാൽ അവിടെ ശബ്ദമുയർത്തുന്ന നായകന്മാർ, ഇങ്ങനെയാണ് നമ്മൾ ഈ സിനിമാ മേഖലയിലുള്ള നായകന്മാരെയൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മോഹൻലാൽ, മമ്മൂട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രശ്നം സിനിമാ മേഖലയിലോ അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ചൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു കോട്ട് അല്ലെങ്കിൽ അവരതിനെപ്പറ്റി സംസാരിക്കുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഇത് സിനിമാ മേഖലയിൽ നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ കൃത്യമായിട്ടും നമ്മൾ ഇവരുടെ ഒരു മറുപടി എക്സ്പെക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. എന്നാൽ അവിടെ സ്ഥാനങ്ങൾ വഹിക്കുന്നോ, ഇപ്പോൾ മമ്മൂട്ടിക്ക് സ്ഥാനമുണ്ടോ മോഹൻലാലിന് സ്ഥാനമുണ്ടോ എന്നുള്ളതല്ല, തീർച്ചയായിട്ടും അവരുടെ ഒരു എന്തെങ്കിലും ഒരു ബൈറ്റ് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ അതൊന്നും അവിടെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവർ ഇതുവരെയും അവരുടെ മൗനം വെടിഞ്ഞ് വന്നിട്ടുമില്ല. നമ്മൾ പറയുകയാണ് ഇപ്പോൾ മോഹൻലാലിനും മമ്മൂട്ടിക്കും ചില അസൗകര്യങ്ങളുണ്ട്, അവർ തിരക്കിലാണ് എന്നൊക്കെ, അല്ലെങ്കിൽ ഏത് നടനും ആയിക്കോട്ടെ, നമ്മളിതിനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപി ആയാലും ജയറാം ആയാലും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നടന്മാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തിരക്കുകളുണ്ട് നമ്മൾ പറയാം. പക്ഷേ നമ്മളങ്ങ് ചിന്തിച്ചാൽ അറിയാം, ഏത് തിരക്കുകൾക്കിടയിലും അവരുടെ സോഷ്യൽ മീഡിയയുമായിട്ട് സംവദിക്കാനുള്ള അവസരങ്ങൾ അവർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അവർക്ക് നേരിട്ട് വന്നൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരു ചാനലിന്, ഒരു മീഡിയാസിൻ്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമില്ല എന്ന് തന്നെ വിചാരിക്കാം. എങ്കിലും അവർക്ക് സോഷ്യൽ മീഡിയയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സംവിധാനങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇതൊന്നും അവർ ചൂസ് ചെയ്യാതെ അവർ ഇതിൽ മൗനം പാലിക്കുമ്പോൾ, എന്നിട്ട് ഞങ്ങൾ ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ രാജിവെക്കുകയാണെന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. അങ്ങനെ ധാർമ്മികതയിൽ ഊന്നി നിൽക്കണമെങ്കിൽ അവർ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് എന്താണ്? ആദ്യമേ അവർക്ക് പാളിച്ച പറ്റി. എവിടെയാണ് അവർ ഒരു അനീതി ഉണ്ടായി, നമ്മുടെ കുടുംബത്തിലൊരു അനീതി ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു വിഭാഗം പേർക്ക്, ഞങ്ങൾക്ക് നേരെ വിവേചനമുണ്ടായി എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആൾക്കാർ അവരെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു അന്വേഷണം അവർക്ക് ആ കുടുംബത്തിനുള്ളിൽ തന്നെ നടത്താമായിരുന്നു.
ചെയ്യണമായിരുന്നു. ഒരു പുറത്തേക്ക് വിടാതെ അവിടെ തന്നെ അന്വേഷണം നടത്തിയിട്ട് അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, വസ്തുതയുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യാമായിരുന്നു, അവർക്കൊരു പരിഹരിച്ച് പോകാമായിരുന്നു. അതായിരുന്നു ധാർമ്മികത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇനി അതവർക്ക് അവിടെ ഒരു പാളിച്ച പറ്റി, ഇപ്പോൾ അവർ ആ ഒരു പാളിച്ചയിൽ നിന്നും തിരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്, ധാർമ്മികത എന്ന് പറയുന്നത് ഉയർത്തിപ്പിടിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർ ചെയ്യേണ്ടത്? അവർ ചെയ്യേണ്ടത് ഈ കുറ്റാരോപിതരെ, നമ്മൾ കുറ്റക്കാരെന്ന് ഒരിക്കലും പറയുന്നില്ല, കുറ്റാരോപിതരെ അവരുടെ സ്ഥാനത്ത് നിന്ന് അവർ രാജിവെക്കട്ടെ, അവർ മാറി നിൽക്കട്ടെ. എപ്പോഴും ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ നമുക്ക് നേരെ ഒരു ആരോപണം ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മാറി നിൽക്കുക. മാറി നിന്നിട്ട് ആ അന്വേഷണം, നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? നമുക്ക് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും, കോടതി പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ മാറി നിന്ന് കൊടുക്കുക, മാറി നിന്നിട്ട് എന്ത് ചെയ്യുക, അത് തീർച്ചയായിട്ടും ആ അന്വേഷണം നേരിടുക. അപ്പോൾ ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോടെ പിരിച്ചുവിട്ട് ഞാൻ എൻ്റെ പ്രസിഡന്റ് സ്ഥാനവും ഞാൻ എൻ്റെ സെക്രട്ടറി സ്ഥാനം എന്ന് പറഞ്ഞിങ്ങനെ ആ ഒരു സ്ഥാനത്തിരിക്കുന്നവരൊക്കെ മാറിപ്പോകും. ഞാനൊരു വ്യക്തിയെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ഞാനൊരു ആ ഒരു അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാണ്ട് ഒരിക്കലും മോഹൻലാൽ, മമ്മൂട്ടി ഇങ്ങനെ പറയുന്ന ഇൻഡിവിജ്വലായിട്ട് ഒരാളെടുത്ത് പറയുകയല്ല ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരാളുടെ തീരുമാനമായിരിക്കില്ലല്ലോ, ഒരു മീറ്റിംഗ് കൂടി എല്ലാവരുടെയും തീരുമാനമാണ്. അപ്പോൾ ആ ഒരാളുടെ മാത്രം തീരുമാനമല്ല. അപ്പോൾ അതിനകത്ത് അവർ ചെയ്യേണ്ടിരുന്നത് എന്താണ്? ഈ കുറ്റാരോപിതരെ ആ സ്ഥാനത്ത് നിന്നും രാജിവെക്കാൻ അവരോട് പറയുക. അത് ന്യായമായൊരു കാര്യമാണല്ലോ. നിങ്ങളൊന്ന് മാറി നിൽക്കുക, മാറി നിന്നിട്ട് നിങ്ങൾ അന്വേഷണത്തിനെ നേരിടുക. അന്വേഷണം നേരിട്ട് നമുക്ക് നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടണം, തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. ഇനി നിങ്ങൾക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾ എന്ന് പറയുന്നത് അത് ഫേക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും ആരാണോ ആ ആരോപണം ഉന്നയിച്ചത് അവർക്കെതിരെ കേസ് കൊടുക്കാനുള്ള ഒരു ഇതൊക്കെ നമുക്കുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും അതും നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അവരെ ഒന്ന് അങ്ങനെ ചെയ്തില്ല? അങ്ങനെ രാജിവെച്ച് മാറേണ്ടത് കുറ്റാരോപിതരാണ്. ഒരുപക്ഷെ നാളെ നമുക്ക് ഈ പറയുന്നവർക്ക് നേരെ ഒരു ആരോപണം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക? രാജിവെച്ച് മാറിയിട്ട് അന്വേഷണത്തെ നേരിടുക. അതല്ലായിരുന്നു വേണ്ടിയിരുന്നത്. പകരം ഇവിടെ എന്താണ് ചെയ്തത്? ഇവിടെ ചെയ്തത് ഇവരോട് പുറത്തു പോകൂ ഒരിക്കലും എന്ന് പറയാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവരോടൊപ്പമാണ്. അതായത് അവർ പിരിഞ്ഞു പോകുമ്പോൾ കൂടെ ഞങ്ങളും പോവുകയാണ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? അവരെ ഞങ്ങൾക്ക് തള്ളിപ്പറയാനാകില്ല, അവരെ തള്ളിക്കളയാനാകില്ല, അവരെ കൂടെ ഞങ്ങൾ നിന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയല്ലേ അവിടെയുള്ളത്. നമ്മളൊരു മറുവശം ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കുന്നതല്ല, ഇങ്ങനെ ഒരു സൈഡ് അതിനില്ലേ, നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ലേ. അതായത് അവരെ പറഞ്ഞു വിടാൻ ഞങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ടുണ്ട്, അവരെ തള്ളിപ്പറയാനാവില്ല. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകാൻ മീൻസ് അവരോടൊപ്പം ഇവരും പോകുന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് ന്യായമാണ്, അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്, അവരെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് തള്ളിക്കളയാനാണ്, ഞങ്ങൾ കൂടെ ചേർന്ന് നിർത്തിയേ പറ്റുള്ളൂ. അതൊരു ശരിയായ നടപടിയാണ്. ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്നവരോട് ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഒരു ഭാഗത്തിനോടൊപ്പം മാത്രം ചേർന്ന് നിൽക്കുന്ന രീതിയല്ലേ. അപ്പോൾ അത് ഒരു പ്രശ്നം തന്നെയാണ്, അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വിഷയം തന്നെയാണ്. ധാർമ്മികതയിലൊന്നും നിന്നുകൊണ്ട് ധാർമ്മികത മുറുകി പിടിച്ചുകൊണ്ട് ഞങ്ങൾ രാജിവെക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു ധാർമ്മികത ഉള്ളതായിട്ട് നമുക്ക് തോന്നാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിൽ കൂടുതൽ കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ഇനി അമ്മയെ പറ്റി പറയാം. അത് അമ്മയും സർക്കാരിനും ചേർത്ത് നമുക്ക് ഒരുമിച്ച് പറയേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു അമ്മ എന്ന് പറയുന്ന സംഘടനയിലുണ്ടായ ഒരുപാട് ഇത്രത്തോളം ഈ വിഷയത്തെ വലുതാക്കി കൊണ്ടുവന്നതിൽ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഉള്ളത് തന്നെയാണ്. ഇനി നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. AMMA എന്ന് പറയുന്ന സംഘടനയോടൊപ്പം നമ്മുടെ സർക്കാരിനും ഈ ഒരു വിഷയം ഇത്രത്തോളം വഷളാക്കിയതിൽ വലിയൊരു പങ്കുണ്ടെന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ WCC ആദ്യമേ സർക്കാരിനെ സമീപിച്ചിരുന്ന സമയത്തൊന്നും ഇത് വലിയ വിഷയമായിട്ട് മാറും എന്നുള്ളൊരു അങ്ങനൊരു സംഭവം, അങ്ങനെ ചിന്താഗതി പോലും ആ ഒരു സർക്കാരിന് ഉണ്ടായിരിക്കണമെന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന് കുറച്ചുകൂടി വേഗത്തിൽ ഈ ഒരു റിപ്പോർട്ടിന് ഒരു നടപടി ഉണ്ടായേനെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി വരേണ്ട കാര്യമാണ്. അതായത് 2017 ഈ ഒരു ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു. 2019 ഡിസംബർ 31 അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഈ 4.5 വർഷം ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ റിപ്പോർട്ടിനെ ചൊല്ലി അല്ലെങ്കിൽ റിപ്പോർട്ടിനെ വെച്ചിട്ട് ഒരു നടപടിയും ഗവൺമെൻറ് എടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളെ ഒരുപാട് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ സമൂഹത്തിൽ സ്ത്രീകളെ നമ്മൾ ഒരുപാട് സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും ഇക്വാലിറ്റിയെക്കുറിച്ചും നമ്മൾ പറയുമ്പോൾ അങ്ങനെ സമീപിക്കുന്ന ഒരു സർക്കാർ തീർച്ചയായിട്ടും ഈ ഒരു നടപടി ചെയ്തത് ഒരിക്കലും ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 4.5 വർഷം അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രത്തോളം വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ ഇനിയും കാലഘട്ടങ്ങളിൽ ഇതുപോലെ തന്നെ മൂടി വയ്ക്കപ്പെട്ടിരുന്നേനെ ആ ഒരു റിപ്പോർട്ടാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും സർക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഈ ഒരു പ്രശ്നം അറിഞ്ഞപ്പോൾ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം കമ്മിറ്റി റിപ്പോർട്ട് നൽകി. അപ്പോൾ അതിൽ നമ്മളൊരു നടപടി എടുത്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിനകത്തും നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാവുന്നുള്ളൂ. ഈ ഒരു കമ്മിറ്റി ഈ രൂപീകരിക്കുന്ന ഒരിക്കലും സർക്കാർ മുന്നിട്ടിറങ്ങി നടത്തുന്ന ഒരു കമ്മിറ്റി ആയിരുന്നില്ല. കാരണം ഈ ഒരു WCC പിരിഞ്ഞു പോയതിനു ശേഷം പിന്നീട് ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെടുകയാണ്. പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട സമയത്ത്
WCC വീണ്ടും നേരിട്ട് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഒരു നിവേദനം നൽകുകയാണ്. ഇത് വളരെ വലിയൊരു പ്രഷർ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ് 2017 ഒരു ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഈ കമ്മിറ്റി രൂപീകരിക്കുമ്പോഴും നമ്മളെപ്പോലുള്ള സാധാരണക്കാർ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത കൂടെ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് കേവലം ഒരു കമ്മിറ്റി മാത്രമാണ്, ഇതൊരു കമ്മീഷനല്ല. അപ്പോൾ നമുക്ക് തോന്നുന്നു എന്താണ് ഈ കമ്മിറ്റിയും കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. ഒരു കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ ആ കമ്മീഷന് കുറച്ച് ജുഡീഷ്യൽ അധികാരങ്ങളുണ്ട്. അത് കമ്മിറ്റിക്ക് ഉണ്ടാകില്ല. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കമ്മിറ്റി എന്തിനാണ് രൂപീകരിച്ചത്? ഈ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് സിനിമാ മേഖലയിൽ നടക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾ, അവർക്ക് നേരെയുള്ള സെക്ഷലായിട്ടുള്ള അറ്റാക്കുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു പരിഹാരം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നീട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നത്. ഈ കമ്മിറ്റിക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഈ കമ്മിറ്റിക്ക് ഈ അധികാരങ്ങളില്ല, ജുഡീഷ്യൽ അധികാരങ്ങളില്ല. മീൻസ് ഇപ്പോൾ എന്നോട് എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചോദിക്കണമെങ്കിൽ എന്നോട് അവർ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാനുണ്ട്, ഞങ്ങളെ ഒന്ന് വന്ന് മീറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. ഞാൻ എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല, ഞാൻ പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതായത് ഒരാൾ എന്താ പറയുക, ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തിന്മേൽ ചിലപ്പോൾ നമുക്ക് മറ്റൊരാളോട് ഈ പറയുന്ന അഭിപ്രായത്തിനെ കുറിച്ച് മറ്റൊരാളോട് ചിലപ്പോൾ നമുക്ക് സംസാരിക്കേണ്ടി വരും, ആ കമ്മിറ്റിക്ക് സംസാരിക്കേണ്ടി വരും. അവർ ആ ആളിനെ സമീപിച്ചാൽ ആ ആൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മറുപടി കൊടുത്താൽ മതി. പക്ഷേ കമ്മീഷനാകുമ്പോൾ അങ്ങനെയല്ല, കുറച്ചുകൂടി അധികാരങ്ങളുണ്ട്. പക്ഷേ അവരെ കൊണ്ട് ആ മറുപടി പറയിപ്പിക്കാനുള്ളൊരു സിറ്റുവേഷൻ, ഒരു അവസരം കൂടി അവർക്ക് ഉണ്ടായി എന്ന് വരാം. പക്ഷേ അങ്ങനെ ഒരു അധികാരം, ജുഡീഷ്യൽ പവർ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു കമ്മിറ്റിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ കുറച്ച് അറിവുകൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങൾ പറയണം കേട്ടോ, എങ്കിലും എനിക്കത് മനസ്സിലാവുള്ളൂ, നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് അങ്ങനൊരു പവർ അവർക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു സംഗതി. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അവിടെ സർക്കാരിന് ഒരു പാളിച്ച പറ്റുകയോ മനഃപൂർവ്വം അങ്ങനെ ചെയ്തോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും, അത് എന്താണേലും. ഇനി രണ്ടാമത് വരുത്തിയിരിക്കുന്നത് എന്താ പറയുക, 4.5 വർഷമാണ് ഈ ഒരു റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചതെന്നുള്ളതാണ്. അതിന് എന്ത് ന്യായീകരണമാണ് സർക്കാരിന് പറയാൻ കഴിയുക എന്നുള്ളതാണ്. അതായത് 2019 ഡിസംബർ 31 ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഈ റിപ്പോർട്ട് ഇത്രയും വർഷം എന്തുകൊണ്ട് പൂഴ്ത്തി വെച്ചു? അതും ചെറിയൊരു കാര്യമല്ല. സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന അതിക്രമങ്ങൾ, അതും ഒരു സിനിമാ മേഖലയിൽ നിന്നുണ്ടായിരിക്കുന്ന അതിക്രമങ്ങളാണ്. അതിനെപ്പറ്റി ഒരു നടപടിയും എടുക്കാതെ എങ്ങനെ, അതും വളരെ വലിയ ചൂഷണങ്ങളെക്കുറിച്ചാണ്. ഏകദേശം 50-57 അത് 52 സ്ത്രീകളാണ് ഈ ഒരു റിപ്പോർട്ടിന് വേണ്ടിയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നേരിട്ട് ഹേമ കമ്മിറ്റി നേരിട്ട് കണ്ട് ആ റിപ്പോർട്ടുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പരിഗണിക്കാതെ എങ്ങനെ 4 വർഷം അതിനെ പൂഴ്ത്തിവെക്കാൻ സാധിച്ചു? അതിന് എന്ത് മറുപടി സർക്കാരിന് ചെയ്യാൻ സാധിക്കും? അപ്പോൾ അത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇനി മറ്റൊന്ന്, SIT എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കുന്നു. അവിടെയും പക്ഷേ നമുക്ക് ചിന്തിക്കാം, ഈ ഒരു ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല കേട്ടോ, ഞാൻ ഈ ഒരു സർക്കാരിനെയോ അമ്മയോ അടച്ചാക്ഷേപിക്കുകയല്ല. നമ്മുടെ കുറച്ച് സംശയങ്ങളാണ് ഇതൊക്കെ വരുന്നത്, ഇങ്ങനെ കുറച്ച് സംശയങ്ങൾ. അപ്പോൾ ഈ SIT എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. ഇതിനെപ്പറ്റി അന്വേഷിക്കാനുള്ള ടീമാണ്. അപ്പോൾ നമുക്ക് കുറേ പേർക്ക് അങ്ങനെ ടീമിനെയൊക്കെ ഉണ്ടാക്കിയല്ലോ. പക്ഷേ ഈ ടീമിനും ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഈ ടീമിന് സാധാരണ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കുന്നത് കേരള പോലീസ് ആക്ട് പ്രകാരമാണ്. 21 സംതിങ് അങ്ങനെ ഒരു നമ്പർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ആക്ട് പ്രകാരമാണ് ഈ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ടീം ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ടീമിന് ചില അധികാരങ്ങളുണ്ടാവും. ഇൻവെസ്റ്റിഗേഷൻ ഏത് സമയത്ത് നടത്താനുള്ള കുറച്ച് അധികാരങ്ങളുണ്ടാവും. പക്ഷേ ഇവിടെ ആ കേരള പോലീസ് ആക്ട് പ്രകാരമല്ല ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ SIT എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം അപ്പോൾ അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ്, ആരെങ്കിലും ഒരു പ്രശ്നം, തനിക്ക് എന്തെങ്കിലും എന്താ പറയുക, ഒരു അറ്റാക്ക് ഉണ്ടായി, അല്ലെങ്കിൽ തനിക്കെതിരെ ഒരു വിവേചനമുണ്ടായി, എങ്കിൽ ഒരു ചൂഷണമുണ്ടായി, അത് ഈ ഒരു ടീമിനെ കണ്ട്, ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കണ്ട് അവരോട് ഒരു കേസ് ഫയൽ ചെയ്താൽ മാത്രമേ അതിനെക്കുറിച്ചൊരു അന്വേഷണം ഉണ്ടാകുള്ളൂ. അല്ലാതെ അതായത് ഇപ്പോൾ മീഡിയാസിൽ ഒരു കേസ് കണ്ടു, അല്ലെങ്കിൽ ഒരു കുട്ടി തുറന്നു പറയുകയാണ് എനിക്ക് നേരെ റേപ്പ് അറ്റംപ്റ്റ് ഉണ്ടായി, അങ്ങനെയാണെങ്കിൽ ആ ഒരു കേസ് അന്വേഷിക്കാനുള്ള അധികാരം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇല്ല. അതായത് ഈ ഹേമ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളെ ബേസ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള കേസ് അന്വേഷണത്തിന് ഇവർക്ക് അധികാരമില്ല. ഇവരോട് വന്നിട്ട് കേസ് ഫയൽ ചെയ്താൽ മാത്രമേ ഇവർക്ക് അതിനെപ്പറ്റി അന്വേഷിക്കാനുള്ളൂ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില നടന്മാർക്കെതിരെ ചില കേസുകൾ പബ്ലിക്കായിട്ട്, അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കേസ് ഫയൽ ചെയ്താലല്ലേ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളത്. അതിനൊരു മറുപടി പിന്നീട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ, അതായത് ഒരു കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്, കമ്മീഷനല്ല. ദെൻ 4 വർഷം നമ്മൾ ഈ ഒരു റിപ്പോർട്ട് പൂഴ്ത്തി വയ്ക്കുന്നു. ദെൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കുന്ന ഒരു കേരള പോലീസ് ആക്ട് പ്രകാരമല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ഒരു ചെറിയ അലംഭാവം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പവർ ഗ്രൂപ്പിലേക്ക്
പെട്ടെന്ന് എത്തും, പവർ ഗ്രൂപ്പിലുള്ളവരെ കണ്ടെത്തും, ഇനി ഉണ്ടാകുന്ന അലിഗേഷൻസിനെല്ലാം ഒരു തീരുമാനം ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഇനിയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ഓർമ്മിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സ്പെഷ്യൽ ആക്ട്, പോലീസ് ആക്ട് പ്രകാരം ഉണ്ടായില്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. പോസിബിലിറ്റീസ് മാത്രമാണ്. അതായത് തെളിവുകളൊക്കെ കണ്ടെത്തിയതിന് ശേഷം ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയെ സമീപിക്കുന്ന സമയത്ത് അവിടെ എതിർഭാഗം വക്കീലിന് ഒരു ചോദ്യം വേണമെങ്കിൽ ഉന്നയിക്കാം. നിങ്ങൾ ഒരു ഓതറൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് വഴിയിലൂടെ എത്തിയ ഒരു ടീമാണോ? അതായത് സ്പെഷ്യൽ പോലീസ് ആക്ട് പ്രകാരം അല്ല, കേരള പോലീസ് ആക്ട് പ്രകാരം അല്ല നിങ്ങൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ടീം രൂപീകരിച്ചിരുന്നത് അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണ്ടെത്തിയ തെളിവുകൾക്ക് എന്ത് അടിസ്ഥാനമാണുള്ളത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഒരുപക്ഷെ ഇത് കോടതി അക്സെപ്റ്റ് ചെയ്യുക, ഈ ചോദ്യം കോടതി അക്സെപ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ, മുഖവിലേക്ക് എടുക്കുകയാണ് എങ്കിൽ ഇവർ കണ്ടെത്തിയ ഈ ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്തിയ ഈ തെളിവുകളൊക്കെ പെട്ടെന്ന് ഒറ്റ നിമിഷത്തിൽ ദുർബലമാക്കി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കൂടെ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അതിനോടൊപ്പം തന്നെ അത്തരത്തിലൊരു സംഭവം ഉണ്ടാകും. അങ്ങനെ ചോദ്യത്തിൽ വന്ന് ആദ്യമേ തന്നെ ഇവരുടെ തെളിവുകളുടെ ആ ഒരു സ്ട്രെങ്ത്തിന് ഒരു വിള്ളൽ വീഴുകയാണെങ്കിൽ പിന്നീട് ഒരുപാട് ലൂപ്പ് ഹോളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഇനി മറ്റൊരു വസ്തുത നമ്മൾ ആലോചിക്കുന്നത്, ഇപ്പോൾ ഒരു തുറന്നു പറച്ചിലുകൾക്ക് പറ്റിയൊരു അവസരമല്ലേ? അതായത് ഒരുപാട് പേര് ഈ ഒരു ഈ ഒരു അവസരത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ആ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും ചൂഷണങ്ങൾക്കെതിരെയൊക്കെ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട്, കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഇതിങ്ങനെ നേരിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ ഒരു സുരക്ഷിത അവസ്ഥ ഉണ്ടായല്ലോ, അവർക്ക് ഒരു തുറന്നു പറച്ചിൽ നടത്തിക്കൂടെ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു സുരക്ഷിതമായൊരു അവസ്ഥ ഇപ്പോഴും നിലവിലില്ല എന്നുള്ളത് ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. കാര്യം നമ്മളെ ഒരു പ്രമുഖ നടനെതിരെ ഒരു യുവനടി ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ യുവനടി പറയുന്നുണ്ട്, ഇപ്പോഴത്തെ സർക്കാരിൽ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ഇപ്പോഴും ഞാൻ സുരക്ഷിതയല്ല, 100% ഞാൻ സുരക്ഷിതയല്ല എന്ന് ആ ഒരു സ്ത്രീയും പറയുന്നുണ്ട്. അതിനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. കാരണം ഒരു 4-4.5 വർഷം 2019 നിലവിൽ വന്ന ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ട് 4-4.5 വർഷം പൂഴ്ത്തിവെക്കുക എന്ന് പറയുമ്പോൾ അതിന് മുന്നിൽ അത് എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ചെയ്തോ വികാരം, സർക്കാരിനുള്ള ചെയ്തോ വികാരം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇത്രയും വലിയൊരു വിഷയമാണ് സ്ത്രീകൾ ഒരു ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം വരുന്ന ഒരു സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ ആ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ വലിയൊരു വീഴ്ച തന്നെയാണ് ഈ പറയുന്ന ഈ ഒരു പൂഴ്ത്തിവെക്കൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കേണ്ടി വരും. നമ്മൾ ഇപ്പോൾ മീഡിയാസൊക്കെ പറയുന്ന ഒരു പവർ ഗ്രൂപ്പിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ആ ഒരു ഒരു പൂഴ്ത്തിവെക്കൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ്? കാര്യം പണ്ടത്തെ പോലെ അല്ല. സിനിമാ മേഖലയിൽ നിന്നുള്ളവർ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ പല ഉന്നത സ്ഥാനങ്ങളും രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വഹിക്കുന്നുണ്ട്. പണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു. നമുക്കറിയാം, പ്രേം നസീർ പോലും മത്സരിച്ചിട്ട് തോറ്റ ഒരു സിറ്റുവേഷൻ ഉണ്ട് നമുക്ക്. അന്ന് അത്രത്തോളം നമ്മുടെ ആരാധനാപാത്രമായ ഒരു സിനിമാക്കാരനാണെങ്കിൽ പോലും രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഒരു രാഷ്ട്രീയ നിലപാടോടുകൂടി കാണുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയക്കാർ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ രാഷ്ട്രീയക്കാർ സിനിമകളിലുള്ള പേര് രാഷ്ട്രീയക്കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയവും സിനിമയും തമ്മിലുള്ള ഒരു ലിങ്ക് അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പവർ കൂടി ഈ സിനിമാക്കാർക്ക്, രാഷ്ട്രീയത്തിൻ്റെ പവർ കൂടി എല്ലാ മേഖലയിലുമുള്ള ഒരു പവർ അവർക്ക് ഉണ്ടാകുകയും അവിടെ ഈ ഒരു ഒരു സർക്കാരിനെ പോലും സ്വാധീനിക്കാനുള്ള ഒരു പവർ അവർക്ക് ഉണ്ട് എന്ന് കരുതുന്നതിൽ തെറ്റൊന്നുമില്ല. കാര്യം അതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ പിന്നെ മറ്റെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കേസ് അവിടെ പൂഴ്ത്തി വെച്ചത് എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്, തീർച്ചയായിട്ടും ഉള്ളത് തന്നെയാണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയുമ്പോൾ, ഒരു കൊലപാതകം നടക്കുകയാണെന്ന് വിചാരിക്കുക. ഇത് ഞാനൊരു ന്യൂസ് ഡിബേറ്റിൽ കണ്ടതാണ്. അപ്പോൾ അതൊരു വളരെ വലിയൊരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു കൊലപാതകം നടക്കുമ്പോൾ അവിടെ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ പരാതിക്കാർ എന്ന് പറയുന്നത് എപ്പോഴും അവിടുത്തെ ഗവൺമെൻറ്റാണ്, സർക്കാരാണ് ആ കേസ് ഫയൽ ചെയ്യേണ്ടതും കേസ് നടത്തിക്കേണ്ടതും ഗവൺമെൻറ്റാണ്. കാരണം പരാതിക്കാർ ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. അതിന് മുകളിൽ നിൽക്കുന്ന ഒരു കേസാണ് ഒരു സ്ത്രീ വന്നിട്ട് തന്നെ റേപ്പ് ചെയ്തു എന്ന് ഒരു സ്ത്രീ പറയുകയാണ്, ഒരാൾ എന്നെ റേപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിന് മുകളിൽ, കൊലപാതകത്തിന് മുകളിൽ നിൽക്കുന്ന കേസായിട്ടാണ് കോടതി അതിനെ പരിഗണിക്കുക. അപ്പോൾ ആ ഒരു കേസിലും ആ ഇര എന്ന് പറയുന്നത്, ആ റേപ്പ് ചെയ്യപ്പെട്ട ഇര എന്ന് പറയുന്നത് എപ്പോഴും പരാതിക്കാരിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അത് ഒരു സാക്ഷിയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെയും പരാതിക്കാർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ആയിരിക്കണം, സർക്കാരായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇവിടുത്തെ കേസിൽ എത്രയോ സ്ത്രീകൾ അതിന് മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഒരു വശം കൂടി നമുക്ക് പറയാനുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതിൽ അവർ വന്ന് പറയുന്നുണ്ട്, എന്നെ ഇന്നയാൾ പീഡിപ്പിച്ചു. അപ്പോൾ അത് കേട്ടപാടെ വിശ്വസിക്കണം എന്നല്ല പറയുന്നത്, നല്ലൊരു അന്വേഷണം നടത്തുക. അതായത് ഒരു തെളിമയുള്ള അന്വേഷണം, ഒരു സുതാര്യ
സുതാര്യമായ അന്വേഷണം അവിടെ നടത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട ഒരു സുനിശ്ചിതമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഉണ്ടാവേണ്ട ഒരു നടപടിയായിരുന്നു. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ എങ്ങനെ ഒരു സ്ത്രീക്ക് അത് സുരക്ഷിതമായിട്ട് എനിക്ക് ഇവിടെ തുറന്ന് പറയാൻ സാധിക്കുമെന്ന് പറയാൻ കഴിയും? ഒരിക്കലും പറയാൻ കഴിയില്ല. ശരിയല്ലേ? അപ്പോൾ ഇനി നമ്മൾ പറയുന്ന മറ്റൊരു കേസാണ്. ഇവിടെ ഒരുപാട് ഫോൾസ് ആയിട്ടുള്ള ന്യൂസുകൾ പ്രചരിക്കുന്നുണ്ട്. ന്യൂസല്ല, ഫോൾസ് ആയിട്ടുള്ള ഫേക്ക് ഐഡൻറ്റിറ്റീസിൽ കുറച്ച്, അതായത് എനിക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീക്ക് വേണമെങ്കിൽ ഒരു ഫേമസ് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ ഒരാളെ, മീൻസ് കുപ്രസിദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്, ഒരാളെ വേണമെങ്കിൽ വന്നിട്ട് ഇപ്പോൾ നമ്മളറിയാം ബ്ലർ ചെയ്ത് മുഖം കാണിക്കാതെയൊക്കെ വന്നിരുന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ വന്നിരുന്നിട്ട് ഒരാൾക്കെതിരെ എന്ത് പറയാം, ഒരു ആരോപണം ഉന്നയിക്കാം. അപ്പോൾ അയാളുടെ ആ ഒരു സമൂഹത്തിലുള്ള ക്രെഡിബിലിറ്റി, അയാളുടെ എന്താ പറയുക, അയാൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ള അയാളെക്കുറിച്ചുള്ള ഒരു ഒരു ഇമേജ് ഒക്കെ അവിടെ കൊളാപ്സ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങളുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യങ്ങളുള്ള, അങ്ങനെയുള്ള ആർക്കെതിരെയും ഒരു സ്ത്രീക്ക് തന്നെ ആവണമെന്നില്ല, നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ത്രീയുടെ രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഇമേജാണ് അവിടെ പോകുന്നത്. അപ്പോൾ അത് ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയുള്ള ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കുറച്ച് ഐഡൻറ്റിറ്റീസ് അവിടെ വരാൻ സാധ്യതയുണ്ട്. ഇല്ല, നമുക്ക് തള്ളിക്കളയാനാകില്ല. അപ്പോൾ അത് വരാതിരിക്കുന്നതിലും, അങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ വരാതിരിക്കുന്നതിലും സർക്കാർ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. കാരണം കൃത്യമായിട്ടുള്ള അന്വേഷണം, ഇങ്ങനെ പറയുന്നവരെക്കുറിച്ച് ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒരു ആ ഇരയെക്കുറിച്ചും ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവത്തെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇങ്ങനെ വരുന്ന ഫേക്ക് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് അങ്ങനെ ഉണ്ടാകുകയും ഈ പറയുന്ന ഫേക്ക് ആണെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ നടപടിയെടുക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇനി ഇര പറഞ്ഞത് ശരിയാണെങ്കിൽ ആ ആരോപണ വിധേയനായിട്ടുള്ള ആൾക്കെതിരായിട്ടുള്ള ഒരു നടപടിയെടുക്കുകയും ചെയ്താൽ ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഒരാളെ മോറലി അയാളെ ഒരു ഡിഗ്രേഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അതായത് ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നോക്കിയോ, നമ്മളിത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും, ഈ സന്ദർഭത്തിനെ മുതലെടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കും. നമ്മൾ ഈ പറഞ്ഞതുപോലെ വ്യക്തിപരമായ വൈരാഗ്യങ്ങളുള്ളതോ രാഷ്ട്രീയ വൈരാഗ്യങ്ങളൊക്കെ നമുക്ക് ഇതിനിടയിലൂടെ വന്ന് പറയാനായിട്ട് ഒരാൾ ഡിഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഒഴിവാക്കാൻ സർക്കാർ ഒരു പരിധി വരെ സാധിക്കേണ്ടതാണ്. കൃത്യമായിട്ടും ഇതിനകത്ത് കൃത്യമായി ഇടപെടൽ നടത്തി നല്ലൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനകത്ത് വരാതിരിക്കാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാം. അങ്ങനെ വരില്ല. കാര്യം അവർക്കെതിരെ കേസ് നടപടി ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് അവർ വരില്ല. അപ്പോൾ അങ്ങനെയും സർക്കാരിന് അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും സർക്കാർ പിന്നോക്കം പോയി എന്നുള്ളതാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ഒരു കുടുംബത്തിൽ നിന്നിട്ട് ആ കുടുംബത്തിലുള്ള കാര്യങ്ങൾ പലതവണ തങ്ങൾക്ക് നേരെ വരുന്ന വിവേചനങ്ങൾക്കെതിരെ പലതവണ പ്രതികരിച്ചിട്ടും നടപടികൾ എടുക്കാത്തതിനെ തുടർന്ന് ഒരു വിഭാഗം മാറിപ്പോയി WCC എന്ന് പറയുന്നത്, അതായത് നമ്മൾ പറയുന്ന പോലെ വളരെ തുച്ഛമായ എണ്ണമാണ് പിരിഞ്ഞു പോകുന്നത്. അവർ WCC എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കുന്നു. ആ സംഘടനയ്ക്ക് പിന്നീട് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല. കാരണം അതിൽ മാറിപ്പോയവർക്ക് പിന്നീട് സിനിമകൾ കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. സിനിമകൾ ഉണ്ടായിട്ടില്ല. അവരുടെ ഉപജീവനം ഒരുപക്ഷെ സിനിമയായിരിക്കാം. എന്നിട്ടും അവർ പിടിച്ചു നിന്നത് 1-2 വർഷങ്ങളല്ല. അവർ ഇപ്പോൾ ഏകദേശം 2017 സ്ഥാപിച്ചതാണ്. ഏകദേശം 7 വർഷത്തോളം അവർ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്. അവർക്ക് സിനിമകൾ കുറഞ്ഞു, സിനിമകളിൽ അവസരങ്ങളില്ലാതെയായി. എങ്ങനെയാണ് സിനിമകളിൽ അവസരം ഇല്ലാതാകുന്നത്? പണ്ടത്തെ പോലെ അല്ല ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. പണ്ട് ഒരു പ്രൊഡ്യൂസർക്ക് കയ്യിൽ കാശുണ്ട്, സിനിമയ്ക്ക് വരുമ്പോൾ പ്രൊഡ്യൂസർ പറയുന്നു ഇന്ന നടിയും ഇന്ന നടനും വേണം എന്ന് പറയുമ്പോൾ ആ ഒരു നടിക്ക്, അതായത് കഴിവുള്ളൊരു നടിയാണ് എപ്പോഴും പ്രൊഡ്യൂസർ എടുക്കുള്ളൂ. കാരണം തൻ്റെ പൈസയാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ആ നടി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നടിയെ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന മുഖ്യധാരയിൽ നിൽക്കുന്ന ഏകദേശം എല്ലാ നടന്മാരുടെയും സിനിമകൾ വിജയിക്കുമെന്ന് ഉറപ്പുള്ള സിനിമകളൊക്കെ നിർമ്മാണം ചെയ്യുന്നത് അവർ തന്നെ, അവരുടെ കമ്പനി. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ കമ്പനികളുണ്ട്. ആ മുഖ്യധാര നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ വെറുതെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മുഖ്യധാരയിൽ നിൽക്കുന്ന മിക്കവാറും നടന്മാർക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് പണം മുടക്കുന്നത്. അപ്പോൾ അവർ തന്നെയാണ് പണം മുടക്കുന്നത്. അവർക്ക് വലിയൊരു സ്ഥാനം ഈ സിനിമാ മേഖലയിലുണ്ട്, സമൂഹത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവരെ നിലനിർത്തിയാൽ മാത്രമാണ് ആ പടം വിജയിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയുന്ന നടിമാർക്കും അവർ പറയുന്ന നടന്മാർക്കും ഒക്കെ ആയിരിക്കും ആ സിനിമയിൽ അവസരം ലഭിക്കുക. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും താല്പര്യമില്ലാത്ത ഒരു നടിയെ, അത് ഇനി എത്ര കഴിവുണ്ടെങ്കിലും ആ നടിയെ ആ ഒരു സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു സിനിമയിലേക്ക് അവർ ക്ഷണിക്കില്ല. ഉറപ്പായിട്ടും അവർക്ക് എതിർപ്പുള്ള ഒരു നടിയെ അവർ ക്ഷണിക്കും.
അഭിനയിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലൊരു സംഘടനയിൽ നിന്ന് പിരിഞ്ഞു പോയ നടിമാർക്ക് എങ്ങനെ അവസരം കിട്ടും എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഇപ്പോൾ പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ഒരു പ്രമുഖ ഒരു നടിയുണ്ട്, വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു നടിയാണ്. അവരുടെ സിനിമകൾ ഇപ്പോൾ വരുമ്പോൾ അതിൻ്റെ ട്രെയിലറൊക്കെ വരുമ്പോൾ താഴെയൊക്കെ കമൻസിലൊക്കെ നമുക്കറിയാം എത്രത്തോളം കഴിവുള്ള നടിയാണ്. ഈ ഒരു WCC എന്ന് പറയുന്നത് ഫോം ചെയ്തിട്ട് അങ്ങനെ മാറിയില്ലായിരുന്നുവെങ്കിൽ, അമ്മയിൽ തന്നെ നിലനിന്നിരുന്നുവെങ്കിൽ എത്രത്തോളം അവസരങ്ങളെത്തി, എവിടെ എത്തേണ്ട സ്ത്രീയാണ് എന്നുള്ള തരത്തിലുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്കെന്നെ മനസ്സിൽ തോന്നുന്നുണ്ട് എവിടെ തന്നെ എത്തേണ്ട സ്ത്രീകളാണെന്നുള്ളത്. അപ്പോൾ അവിടെ കഴിവിനല്ല പ്രാധാന്യം എന്നുള്ളതാണ്. ഈ ഒരു എന്താ പറയുക, ഒരു മെജോറിറ്റി ഗ്രൂപ്പ് ഇരുന്നിട്ട് നമുക്ക് പറയുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നവർ തീരുമാനിക്കുന്ന ചില കാര്യങ്ങളാണ് നടപ്പിലാകുക എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ നമുക്ക് അവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് WCC ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പലരും പിരിഞ്ഞു പോകേണ്ട അവസ്ഥ വന്നു, കാര്യം അവരുടെ ഉപജീവനം നടക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് വീണ്ടും പിരിഞ്ഞു പോകേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് WCC. പക്ഷേ ഇപ്പോഴും പിടിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അങ്ങനെ WCC ആണ്. അപ്പോൾ നമ്മളിപ്പോഴും ചിന്തിക്കേണ്ടത് സർക്കാരിന് ഇനി നമുക്ക് പ്രതീക്ഷ എവിടെയാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാത്തിനും ഒരു പീക്ക് സ്റ്റേജ് ഉണ്ട്. അതിൻ്റെ പീക്ക് സ്റ്റേജിലേക്ക് നമ്മുടെ ഈ വിഷയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പീക്ക് എത്തിയതിനു ശേഷം ഇതിന് ആ ഒരു പീക്ക് സ്റ്റേജിൽ നിന്ന് താഴേക്കുള്ള ഗ്രാഫ് വരും. അപ്പോൾ ആ ഗ്രാഫ് താഴേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാകണമെങ്കിൽ സർക്കാർ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിന്നാലേ പറ്റുള്ളൂ. പക്ഷേ അത് ഉണ്ടാകുമോ എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നും ഒരു പ്രതീക്ഷ ചെയ്യാൻ കഴിയുന്ന ആരാണ്? അങ്ങനെ സർക്കാർ കുറച്ച് ഡിമ്മാകുമ്പോൾ അവിടെ പ്രഷർ കൊടുക്കുന്നതിൽ ഇപ്പോഴും നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളത് WCCയുടെ സൈഡിൽ നിന്ന് മാത്രമാണ്. ശരിയല്ലേ? WCC പ്രഷർ കൊടുത്തപ്പോഴൊക്കെയാണ് ആ സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുള്ളത്, സർക്കാർ കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനിയും സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഈ മേഖലയിലുള്ള സ്ത്രീകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞു. ഈ ഒരു പുതിയ കമ്മിറ്റി വന്നാൽ പോലും അത് എത്രത്തോളം നടപ്പിലാകും എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ പിന്നെ അവസാനത്തെ ഒരു എന്താ പറയുക, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് പറയുന്ന സർക്കാരാണ്. അപ്പോൾ സർക്കാരിലും ഒരു വിശ്വാസം ഇല്ലാതായി തീരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിന് ഈ ഇരയായിട്ടുള്ളവരും ഒക്കെ വന്ന് ചോദിക്കുന്ന സംശയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യം ഒരു വലിയ ചോദ്യചിഹ്നം നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഒന്നും സംഭവിക്കാതായി പോകും എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. പഴയ കാര്യങ്ങളൊക്കെ നടന്നതുപോലെ ഒരു പീക്ക് സ്റ്റേജിൽ എത്തിയതിന് ശേഷം ഈ സംഭവവും പതിയെ അലിഞ്ഞില്ലാതായി തീരും. കാര്യം മറ്റൊരു വലിയ വിഷയം വരുമ്പോൾ പതിയെ ഇതിൻ്റെ ആ ഒരു ചൂടും എല്ലാം അടങ്ങി ഇതും അങ്ങ് തീരും എന്നുള്ള ഒരു സംഭവത്തിലേക്കായിരിക്കാം പോകാനുള്ള കൂടുതൽ ചാൻസ് എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ WCCയുടെ അത്രത്തോളം പ്രഷർ കൊടുത്ത്, കാര്യം നമുക്ക് സർക്കാരിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിലൊരു എന്തെങ്കിലും ഒന്ന് സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയൊരു ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരുപക്ഷെ മലയാള സിനിമ ഇതുവരെ ലോക സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു നവോത്ഥാനമായിരിക്കും നമ്മുടെ സിനിമാ മേഖല നടക്കുന്നത്. അത് ഒരുപാട് പേര് സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിനും ഒരു കമ്മിറ്റി വേണമെങ്കിൽ ഒരുപാട് പേര് സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു വിപ്ലവം, അതായത് മാറ്റം തന്നെയായിരിക്കും നമ്മുടെ മലയാള സിനിമ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സിനിമാ മേഖലയിൽ അവർ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചിട്ട് നമ്മുടെ മലയാള സിനിമ നൽകുന്ന വലിയൊരു ഇൻഡിക്കേഷനായിരിക്കും ഈ ഒരു ഹേമ കമ്മിറ്റിയും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും. ഇതൊരു പോസിറ്റീവായിട്ടുള്ള, അതായത് സത്യം പറയുന്നവർക്കും സത്യത്തിനോടൊപ്പം നിൽക്കുന്നവർക്കും അപരാധം ചെയ്തവർക്കും കുറ്റം ചെയ്തവർക്കും ഒക്കെ അതിൻ്റേതായ നടപടികൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രത്യേകിക്കാം. പക്ഷേ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ നമ്മൾ ഇതുവരെ തുടർന്ന് വന്നിരുന്ന ഒരു രീതിയാണ് എങ്കിൽ ഈ കേസും എങ്ങും എത്താതെ തന്നെ അവസാനിക്കുകയായിരിക്കും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. ഇപ്പോൾ നമുക്ക് തോന്നുന്നത്, നമ്മളിത് എപ്പോഴും പറയുന്ന കാര്യമാണ്, ആരെയും അധിക്ഷേപിക്കാനൊന്നും അല്ല പറയുന്നത്, നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ നമ്മുടെ രാഷ്ട്രീയ ബന്ധങ്ങളോ നമ്മുടെ ആരാധന പാത്രങ്ങളെയൊക്കെ നമ്മൾ മാറ്റി നിർത്തി ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇതിലും കൂടുതൽ ചിലപ്പോൾ കാര്യങ്ങൾ തുറന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.